അവളുടെ ഭർത്താവായ രാജുവിന് നമ്മുടെ കുടുംബത്തിന്റെ പ്രധാന അവകാശിയായി നമ്മുടെ കുടുംബത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് ഈ കൊല്ലവർഷത്തെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കാവിലെ ഉത്സവത്തിന് കുടുംബത്തിന്റെ അവകാശികളുടെ അടയാളമായ ഉടവാൾ രാജുവിന് എന്റെ കൈകൊണ്ട് നൽകി രാജുവിനെ ആദരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ചേട്ടനത് ചെയ്താൽ അത് ചേട്ടന്റെ സ്ഥാനം രാജുവിനെ കൈമാറുക എന്നല്ലേ? ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണത്. നീ അതിനോട് യോജിക്കുന്നുണ്ടോ ശേഖര? 100 വട്ടം ഞാൻ യോജിക്കുന്നു ചേട്ടാ. നമ്മുടെ സ്വത്തുക്കൾ സത്യസന്ധമായി കൈകാര്യം ചെയ്യാനും ചേട്ടന്റെ രാഷ്ട്രീയ പിൻഗാമിയാകാനും ഏത് കോണിൽ നിന്നും രാജുവിനെ എന്ത് രീതിയിൽ ആലോചിച്ചാലും എന്തിനും ഏതിനും ഉത്തമനായ ചെറുപ്പക്കാരനാണ്. പക്ഷെ ചേട്ടാ, എന്താ? അംബിക ചേച്ചി, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചേച്ചി എതിര് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശേഖര? ഇല്ല ഏട്ടാ. ദീപകേ, മനസ്സിലായോടാ നിനക്ക്? മനസ്സിലായമേ. വാടാ. അവളുടെ ആകാംക്ഷയോടുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ? എല്ലാവരുമേ അവന്റെ സൈഡാ, ആ രാജുവിന്റെ. അവനെ മഹാരാജാവായി വാഴിക്കാനാ എല്ലാവരും കാത്തിരിക്കുന്നെ. അതെ അമ്മേ. അമ്മേ, ചെറിയ മാവനും വന്നു. ശേഖരേട്ടാ, പ്രതാപേട്ട എന്തു പറഞ്ഞു? നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഉടവാള് രാജുവിന് കൈമാറി രാജുവിന് വേണ്ട ബഹുമതികളും അംഗീകാരവും നൽകാനാ ചേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈശ്വര, സത്യമാണോ ശേഖരേട്ടാ? അതേന്നേ. ഒരു കുടുംബത്തിലെ ഉടവാള് കൈമാറുക എന്ന് വെച്ചാ പിന്നെന്താ അതിനർത്ഥം? ഓ, എനിക്ക് സന്തോഷായി. ചേട്ടന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പിൻഗാമിയായി ചേട്ടൻ രാജുവിനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, പ്രതാപേട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 100 അർത്ഥങ്ങൾ കാണും. അല്ലെങ്കിലും ഋതുമോളുടെ ഭർത്താവാകാനും ഈ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും പിന്മുറക്കാരനാവാനും പ്രതാപേട്ടന്റെ രാഷ്ട്രീയ പിൻഗാമിയാവാനും എല്ലാത്തിനും മറ്റാരേക്കാളും യോഗ്യൻ രാജു തന്നെയാ. രാജുവിന്റെ സത്യസന്ധതയും ക്ഷമയും കാര്യപ്രാപ്തിയും വേറെ ആർക്കാ ഉള്ളത്? അതെ. ഇവരെ ഞാനെന്നും അടങ്ങി നിൽക്കടാ. അവര് പറഞ്ഞ കേട്ടില്ലമ്മേ. ചെറിയമ്മയായിപ്പോയി. ഇല്ലെങ്കിൽ പോണ്ടേ ഞാൻ അവരെ. ശേഖരേട്ടാ, അംബിക ചേച്ചിയും ദീപക്കും ചേട്ടനെടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനെതിരെ പ്രത്യക്ഷത്തിലൊരു എതിർപ്പിനോ വഴക്കിനോ ചേച്ചി ഇറങ്ങി തിരിക്കില്ല. പക്ഷേ ഉത്സവം മുടക്കാനും ഉടവാൾ കൈമാറ്റ ചടങ്ങ് നടത്താതിരിക്കാനും ചേച്ചി ആവുന്നത്ര പരിശ്രമിക്കും. അത് കുഴപ്പാവില്ലേ? കുഴപ്പാവും. രാജുവിനല്ല, ചേച്ചിക്ക് തന്നെ. രാജുവിനെതിരെ ചേച്ചി എന്തെങ്കിലും ഒരു പദ്ധതി ഒരുക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഇതുവരെ നടന്നതുപോലെ ആയിരിക്കില്ല കഥ. ചേച്ചി ഇതുവരെ കാണാത്ത ശേഖരന്റെ മുഖം ചേച്ചിക്ക് കാണേണ്ടി വരും. ചേട്ടനറിയാതെ ചേച്ചി നടത്തിയ പല കുതന്ത്രങ്ങളും ഞാൻ എണ്ണി ചേട്ടനോട് പറയും. രാജു എനിക്കെന്റെ സ്വന്തം അനുജനെ പോലെയാ. മനസ്സിൽ കാപട്യമില്ലാത്ത അവനെ ഈ കുടുംബത്തിലെ കണക്കില്ലാത്ത സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അറിയാം. അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് പ്രതാപേട്ടനെ ഓർമ്മിപ്പിച്ചത് ഞാനാ. മാഡം അപ്പോ വർമ്മ സാറിനെ കണ്ട് സംസാരിച്ചോ? കണ്ട് സംസാരിച്ചില്ല, ഫോണിൽ സംസാരിച്ചു. മാഡം എന്തൊക്കെയായി പറയണേ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ഇല്ല വേണോട്ടാ, ഞാൻ പ്രതാപേട്ടനെ വിളിച്ചത് എന്റെ പ്രൈവറ്റ് നമ്പറിൽ നിന്നാ.
ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തിനാണ് കുടുംബക്ഷേത്രത്തിലെ ചടങ്ങ് നടത്തുന്നതെന്ന് വേണുവേട്ടനറിയാമോ? ഇല്ല, അങ്ങനെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് വർമ്മ സാർ എന്നോട് പറഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനമായ തലമുറകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് കുടുംബക്ഷേത്രത്തിന്റെ കാവില് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങ് കഴിയുന്നതോടെ രാജു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമാവും. പ്രധാന അംഗമെന്ന് പറഞ്ഞ റേഷൻ കാർഡിലെ പേര് ചേർക്കുന്ന പോലെ അല്ല. കുടുംബത്തിലെ എല്ലാ സ്വത്തുക്കളുടെ അവകാശി ഋതികയാ. കാവിലെ ചടങ്ങ് കഴിയുന്നതോടെ ഋതികയുടെ അതേ സ്ഥാനം കുടുംബത്തിലെ രാജുവിനും ലഭിക്കും. ചിലപ്പോ ഋതികയേക്കാൾ ഏറെ പ്രാധാന്യം രാജുവിന് ലഭിക്കും. പ്രതാപേട്ടന്റെ രാഷ്ട്രീയ പിൻഗാമി രാജു ആയിരിക്കും. എന്താ മാഡം ഞാൻ ഈ കേക്കണത്? രാജുവിന്റെ ജാതകത്തില് രാജയോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു അല്ലേ എന്റെ മകന്റെ ജീവിതത്തില് കാലം അവനു വേണ്ടി കാത്തുവച്ച മഹാഭാഗ്യം. ഋതികയുടെ ജീവിതത്തിലേക്ക് വെളിച്ചവും രാജുവിന്റെ ജീവിതത്തില് ഉയർച്ചയും ഉണ്ടാവാൻ പോവാണ്. അംബിക മാഡത്തിന് ഈ ചടങ്ങുകളെ കുറിച്ച് അറിയില്ലേ? അറിയാം. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ചടങ്ങ് മുടക്കാൻ അവർ അമ്മയും മകനും ആവുന്നത് ശ്രമിക്കും. പക്ഷെ ഒരു കാരണവശാലും അവരുടെ മനസ്സിലിരിപ്പ് നടക്കരുത്. ശ്രദ്ധിക്കണം. 4 ദിക്കിലും കണ്ണു വേണം. എന്ത് വില കൊടുത്തും ഈ ചടങ്ങ് നമ്മൾക്ക് നടത്തണം.